സുജിത്ത്, ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. നമ്മൾ രാവിലെ വാർത്ത നൽകുമ്പോൾ അത് വെറുമൊരു കാട്ടാന വാർത്ത മാത്രമായി പോകുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആനയെ കാടുകയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ വനമേഖല അടുത്തെങ്ങുമില്ല എന്നാണല്ലോ. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ചോദ്യമുണ്ട്. ഈ ബൈക്ക് വെടി വയ്ക്കുമെന്ന് ജില്ലാ കളക്ടർ പറയുമ്പോഴും അത് ഉടനടി സാധ്യമാകുമോ? അങ്ങനെ ആ നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ വളരെ വേഗം കഴിയുമോ സുർജിത്ത്? ഉന്മേഷ്, 8 മണിക്കൂറായി ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടിയുടെ ഒത്ത നഗരത്തിൽ ഒരു കൊല്ലിയുണ്ട്. ആ കൊല്ലിയിൽ, അതായത് ഇവിടെ അത്യാവശ്യം കൃഷിയെല്ലാം തന്നെ നടത്തുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇവിടെയാണ് ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളത്. ഈ കാട്ടാന പതുക്കെ നീങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ അതിനെ കാണിക്കാൻ കഴിയും. അതിപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആശങ്കയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 8 മണിക്കൂറിലേറെയായി ജനവാസ കേന്ദ്രത്തിൽ ഈ ആന ഇറങ്ങിയിട്ട്. ഇന്ന് രാവിലെ എടവക പഞ്ചായത്തിലെ, അതായത് വനമില്ലാത്ത പഞ്ചായത്താണ്, ആ പഞ്ചായത്തിൽ ഈ ആനയുടെ സാന്നിധ്യം കണ്ടെത്തുകയും പിന്നീട് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. അത് ആശങ്കാജനകമായ ഒരു ദൃശ്യമാണ്, ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആന ഇപ്പോൾ നടന്നു നീങ്ങുന്നത്, അതിന് തൊട്ടടുത്തെല്ലാം തന്നെ വീടുകളുണ്ട്. ആ വീടുകളുള്ള മേഖലയാണ്. ആ മേഖലയിലേക്ക് ആന നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വെള്ളം തേടുകയാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മണ്ണിട്ട് നികത്തിയ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തു കൂടെ അത് നടന്ന് പോകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആശങ്കയാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആശങ്കയാണ്. പ്രത്യേകിച്ച് ഈ മേഖല, അതായത് ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ ഒരു വീടിനടുത്തായി ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ആന പോകുന്നു. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ആനയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കയുടെ നിമിഷങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പുറത്തേക്ക് എത്തേണ്ടതുണ്ട്, ആ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ആ പ്രതിസന്ധി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് മയക്കുവെടി. സുർജിത്ത് അവിടേക്ക് പോയിക്കൊള്ളൂ. സുർജിത്ത് അവിടേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സജോ ദേവസ് കൂടി ചേരുന്നുണ്ട്. സജോ, ഈ കടകൾ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് ജാഗ്രത നിർദ്ദേശമൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ജാഗ്രതയിലാണല്ലോ മാനന്തവാടി ടൗൺ ഉള്ളത്. ഇപ്പോൾ സുർജിത്ത് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആന ആ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് വീടുകളുണ്ട്. അതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ മേഖലയിലുള്ളത് സജോ? ഉന്മേഷ്, ഇപ്പോൾ ഒരല്പം ആശങ്കയുടെ സാഹചര്യമുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആന നേരത്തെ നിലയുറപ്പിച്ചിരുന്നത് ഈ നഗരമേഖലയോട് ചേർന്ന ഒരു ഭാഗത്തുള്ള ഒരു ചതുപ്പ് പ്രദേശം, അതൊരു കുഴിയായിരുന്നു. അവിടെ നിന്ന് കുറേ ദൂരം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു ഹോസ്റ്റലും എന്തൊക്കെ സ്ഥാപനങ്ങൾ അങ്ങോട്ടേക്കുള്ള? അവിടെ ഹോസ്റ്റല്, പിന്നെ KSRTC ഗ്യാരേജ്, പിന്നെ വീടുകൾ, അതൊക്കെയാണുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞ പോലെ KSRTC ഗ്യാരേജ്, ഹോസ്റ്റല്, വീടുകളൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അങ്ങോട്ടേക്ക് സജോ, ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. സുർജിത്തിലേക്ക് പോയതിനു ശേഷം എത്താം. സജോ, സുർജിത്ത് ഒരു വീടിന് തൊട്ടു മുന്നിലൂടെ നടന്നു നീങ്ങുന്നു അല്ലേ? മേഖലയാണ്. ആ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. അതിനപ്പുറം റോഡാണ്, നഗരമാണ്. സ്വാഭാവികമായും ഈ കാട്ടാന ഇറങ്ങിയാൽ അത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലാണ് ആശങ്ക നിൽക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. സുർജിത്തിലേക്ക് എത്താം. ഇപ്പോൾ ആന ജനവാസ മേഖലയിലൂടെ നടന്നു നീങ്ങുകയാണ്. ഒരു റോഡിലാണ് ഉള്ളത്. തൊട്ടടുത്ത് വീടുകളുണ്ട്. സുർജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അത് നേരെ നഗരത്തിലേക്കുള്ള വഴിയാണ്. നഗരമേഖലയിലെ കടകളൊക്കെ നേരത്തെ അടച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങരുത്, സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് 8 മണിക്കൂറായിട്ടും ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത് കാടില്ല. അതുകൊണ്ട് ആനയെ അവിടെ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകണം. ഒരു മേഖല ഒത്തുകിട്ടണം. എങ്കിൽ മാത്രമേ മയക്കുവെടി വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതിനായുള്ള കാത്തിരിപ്പിലാണ് വനപാലക സംഘമടക്കം അവിടെ ഉള്ളത്. ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് നേരത്തെ വ്യക്തമാക്കിയത് ആനയെ മയക്കുവെടി വയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.